എറണാകുളം ഇടുക്കി പാതയിലെ നേര്യമംഗലത്ത് വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണ് അപകടം. KSRTC ബസ്സിനും ഒപ്പം തന്നെ കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങൾ AT അശ്വതി നൽകും. അശ്വതി, എപ്പോഴായിരുന്നു സംഭവം? മരങ്ങൾ മുറിച്ചു നീക്കിയോ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? ലിബീഷ്, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു KSRTC ബസ്സിന് തൊട്ടുപുറകിൽ കാർ വരികയായിരുന്നു. ഈ ബസ്സിനും കാറിന് മുകളിലേക്കാണ് ഒരു വൻമരം കടപുഴുകി വീണത്. ഈ മരത്തിന്റെ കടഭാഗം ഈ കാറിലാണ് വന്ന് പതിച്ചത്. കാറിലുള്ള ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ ഒരു വയോധികൻ മരിച്ചു എന്നതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റാളുകളുടെ കാര്യം പൂർണ്ണമായി നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഒപ്പം തന്നെ ഈ KSRTC ബസ്സിന്റെ ഒരു ഭാഗത്തേക്കും മരം വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബസ് ഭാഗികമായി തകർന്നു, കാറ് പൂർണ്ണമായും തകർന്നു എന്ന് വേണം അനുമാനിക്കാൻ. അത്തരത്തിലാണ് ഇപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്ത് നാട്ടുകാരും ഫയർഫോഴ്സ് യൂണിറ്റും എത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ മരം മുറിച്ചു മാറ്റി അതിലുണ്ടായിരുന്ന ആളുകളെ പുറത്തെടുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബസ്സിലുണ്ടായിരുന്ന ആളുകൾ സാരമായ പരിക്കേറ്റിട്ടേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ കാറിനാണ് കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. കാറിന് മുകളിലേക്കാണ് ഈ മരത്തിന്റെ ഒരു ഭാഗം വന്ന് പതിക്കുകയും അമരുകയും ചെയ്തിട്ടുണ്ട് കാർ. അതുകൊണ്ട് തന്നെ അതിലുള്ള ആളുകൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല, രക്ഷാപ്രവർത്തനം തുടരുന്നതേയുള്ളൂ. ഈ കൃത്യമായി ഈ സ്ഥലം എന്ന് പറയുന്നത് നേര്യമംഗലം വില്ലാൻചിറയിലാണ്. വില്ലാൻചിറ എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാജകുമാരിയിൽ നിന്ന് വന്ന വാഹനമാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലിബീഷ്, അശ്വതി, നല്ല മഴയുള്ള സമയമായിരുന്നു. അവിടെ ഈ മരം കടപുഴകി വീഴാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഈ മരം നമ്മൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് മരം ഈ വഴിയുടെ സൈഡിലാണ് നിന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ അതിൽ മണ്ണൊലിച്ചു പോയിരിക്കുന്ന സംഭവങ്ങൾ കൊണ്ടായിരിക്കാം ഈ മരം കടപുഴുകിയത് എന്നാണ് മനസ്സിലാകുന്നത്. അല്പം മഴയുണ്ടായിരുന്നു, ചാറ്റൽ മഴയുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത് എന്നും ഈ പ്രാഥമികമായി നമ്മൾ അനുമാനിക്കുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്താനും സാധിച്ചിട്ടുണ്ട്. ലിബീഷ്, ശരി. നേര്യമംഗലത്ത് വാഹനങ്ങൾക്ക് മുകളിൽ മരം മറിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. വിവരങ്ങളാണ് AT അശ്വതി നൽകിയത്.